ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോ കാരണം സുനിൽകുമാർ സാറാണ് ആദ്യം വന്നിരുന്നത് LDF-ല്. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. UDF സീറ്റൊക്കെ എടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ എനിക്ക് സുരേഷ് ഗോപി സാറ് വന്നു എന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് സന്തോഷമായി തൃശ്ശൂര്. അങ്ങനെ പിന്നെ കൂടിക്കൊണ്ടിരുന്നു. 7 അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് ഗോപി നേതാവ്, ജനഹൃദയത്തിൻ ജേതാവ്. അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലേ പ്രസ്ഥാനം, തകരില്ലേ പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ, തൃശ്ശൂര് മാറിക്കഴിഞ്ഞല്ലോ. നമസ്കാരം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന വിജയത്തിന് വേണ്ടി ഒരു വിജയഗാനം ഒരുക്കുകയും അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞാൽ പാടേണ്ട പാട്ടും തയ്യാറാക്കി നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ തരത്തിൽ വൈറലായ സുൽഫത്താണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സുൽഫത്ത്, ഈ വിജയിച്ചതിന് ശേഷം സുൽഫത്തിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നത്. സുൽഫത്തെ, നമസ്കാരം. നമസ്കാരം. ഇപ്പോ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുകയാണല്ലോ, എത്രത്തോളം ഉണ്ട് സന്തോഷം? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്തവർക്കും BJP-യിലുള്ള എല്ലാവർക്കും പിന്നെ സാധാരണ ജനങ്ങൾക്കും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി പറയും. ഇപ്പോ സുരേഷ് ഗോപി സാർ ഇനി ഇവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനിയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും കൂടുതൽ ചെയ്യും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോ മറ്റൊരു കാര്യം, സുരേഷ് ഗോപി ഇവിടുന്ന് കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടോ? ചിലപ്പോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അധികം എനിക്കറിയില്ല. ചിലപ്പോ ആവാം. അത് ആവുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലേ? എന്തായാലും നമുക്ക് ഇപ്പൊ ചെയ്യുന്നതിനെക്കാട്ടും മുതിർന്ന ആളാവുമല്ലോ. ഇപ്പം കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വോട്ട് എണ്ണുന്ന സമയത്ത് TV കണ്ടിരുന്നോ? ഓരോ സമയത്ത് ആകാംക്ഷ ഉണ്ടായിരുന്നു വോട്ട് ഇങ്ങനെ കൂടി കൂടി വരുന്ന സമയത്ത്? എനിക്ക് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോ കാരണം സുനിൽകുമാർ സാറാണ് ആദ്യം വന്നിരുന്നത് LDF-ല്. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. UDF സീറ്റൊക്കെ എടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ എനിക്ക് സുരേഷ് ഗോപി സാറ് വന്നു എന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് സന്തോഷമായി തൃശ്ശൂര്. അങ്ങനെ പിന്നെ കൂടിക്കൊണ്ടിരുന്നു. 7 അത്രയ്ക്കായി വന്നപ്പോ നല്ല സന്തോഷം. അപ്പൊ ഒരു സമാധാനമായി. പിന്നെ ജയിച്ചു എന്ന് അവര് എഴുതി കാണിച്ചപ്പം ലോകത്ത് എന്തോ കിട്ടിയൊരു സന്തോഷം. അയ്യോ, ഈ ലോകം കിട്ടിയ എത്ര ഹാപ്പിയാവും, അത്ര ഹാപ്പിയായിരുന്നു. ഇപ്പൊ ഈ അന്ന് ആദ്യം പാടിയ പാട്ടും രണ്ടാമത് പാടിയ പാട്ടും ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് പാടാൻ സാധിക്കുമോ? ഇപ്പൊ നോക്കി വായിക്കാൻ അറിയുള്ളൂ. ഇപ്പോ മറന്നു. എനിക്ക് കാണാണ്ട് തീരെ കിട്ടില്ല ആദ്യത്തെ പാട്ട്. ലാസ്റ്റ് വിജയഹാനം എനിക്ക് നല്ലോണം കാണാണ്ട്. ആദ്യത്തെ പാട്ടല്ലേ ഇപ്പൊ പാടാൻ പോകുന്നത്? ഒന്ന് പാടി. അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് ഗോപി നേതാവ്, ജനഹൃദയത്തിൻ ജേതാവ്. അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് ഗോപി നേതാവ്, ജനഹൃദയത്തിൻ ജേതാവ്. കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം, കണ്ടോളൂ കണ്ടോളൂ തൃശ്ശൂര് മണ്ണിനാവേശം. അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. നാടിൻ നന്മയിലേക്ക് നയിക്കാൻ, അക്രമമഴിമതിയില്ലാതാക്കാൻ, അതിനായി സുരേഷ് കൂടെ വേണേ. നാടിൻ നന്മയിലേക്ക് നയിക്കാൻ, അക്രമമഴിമതിയില്ലാതാക്കാൻ, അതിനായി സുരേഷ് കൂടെ വേണം. ഇത് വെറുമൊരു കളിയല്ല, BJP-യുടെ പടയോട്ടം. പട കണ്ടു പനിക്കേണ്ട,
കണ്ടാൽ നിങ്ങൾ ഞെട്ടേണ്ട. ആ അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. ആ കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം. കണ്ടോളൂ കണ്ടോളൂ തൃശൂര് മണ്ണിനാവേശം. നാടിൻ വികസന നന്മയ്ക്കല്ലേ അണിചേരുക നാം BJP-യിൽ. സുരേഷേട്ടൻ കൂട്ടിനുമുണ്ട്. നാടിൻ വികസന നന്മയ്ക്കല്ലേ അണിചേരുക നാം BJP-യിൽ. സുരേഷേട്ടൻ കൂട്ടിനുമുണ്ട്. ആ അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, ജനഹൃദയത്തിൻ ജേതാവ്. ആ അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, ജനഹൃദയത്തിൻ ജേതാവ്. ആ കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം. കണ്ടോളൂ കണ്ടോളൂ തൃശൂര് മണ്ണിനാവേശം. ആ അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. രണ്ടാമത്തെ പാട്ടൊന്ന് പാടിയേ. ഇപ്പോ അതിനു മുന്നേ ഈ സുരേഷ് ഗോപി ഇത്രയും നാള് വിമർശിച്ചിരുന്ന ആൾക്കാരൊക്കെ അല്ലേ, ഈ പാട്ടൊക്കെ പാടിയ സമയത്ത് മോളെയും വിമർശിച്ചു, സുരേഷ് ഗോപിയൊക്കെ ഒന്നിച്ച് വിമർശിച്ചില്ലേ, അവരോടൊക്കെ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? അപ്പോ താമര വിധിയില്ല എന്ന് പലരും പറഞ്ഞു. നിങ്ങൾ ഈ പാട്ട് പാടിയിട്ടും കാര്യമില്ല, ഇനി പാട്ട് പാടിയാലും ഒരിക്കലും സുരേഷ് ഗോപി സാറ് വിജയിക്കില്ല എന്ന് എന്നോട് പലരും പറഞ്ഞു. പിന്നെ പലരും പറഞ്ഞിരുന്ന വേറൊരു കാര്യമാണ്, മോൾ ഇനിയും പാട്ട് പാടണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും, SG സാറ് എന്തായാലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്നെ സുരേഷ് ഗോപി സാറിനെയും വിമർശിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, താമര വിരിഞ്ഞു, നിങ്ങൾ മുട്ട് കുത്തുകയും ചെയ്തു, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അവരൊക്കെ തിരിച്ച് ഇനി നമ്മൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഇനി വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താൻ സാധിക്കില്ലല്ലോ. അപ്പൊ അവര് വരികയാണെങ്കിൽ എനിക്ക് സന്തോഷം, വന്നില്ലെങ്കിൽ വരണ്ട. രണ്ടാമത്തെ പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ? പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലേ പ്രസ്ഥാനം. ആ തകരില്ലേ പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ, തൃശൂര് മാറിക്കഴിഞ്ഞല്ലോ. ഐശ്വര്യ നേതാക്കൾ അമരത്തുദിച്ചപ്പോൾ അന്തസ്സിൻ മുന്നേറ്റം, താമര അന്തസ്സിൻ മുന്നേറ്റം. പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലേ പ്രസ്ഥാനം. ആ തകരില്ലേ പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ, തൃശൂര് മാറിക്കഴിഞ്ഞല്ലോ. ഐശ്വര്യ നേതാക്കൾ അമരത്തുദിച്ചപ്പോൾ അന്തസ്സിൻ മുന്നേറ്റം, താമര അന്തസ്സിൻ മുന്നേറ്റം. ഇപ്പോ അവസാനമായിട്ട് ഈ ഇവിടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ടല്ലോ രണ്ടുപേര്, അവരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും രണ്ടുപേരും നിന്ന് വീണ്ടും ഇലക്ഷൻ വരുമല്ലോ, അപ്പം നിന്ന് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെയും സുരേഷ് ഗോപി സാറ് ഇവരെ കൂടെ നിൽക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി സാറ് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി സാറ് നിന്നില്ലെങ്കിൽ ഇവരിൽ രണ്ടാളിലും ആരെങ്കിലും ഒരാൾ ജയിക്കും. പിന്നെ എനിക്ക് ആരെയും വിമർശിക്കാൻ താല്പര്യമില്ല. എന്തായാലും നമ്മ വിചാരിക്കുന്ന പോലെ ഒരിക്കലും നടക്കില്ലല്ലോ, അപ്പൊ ആരെങ്കിലും ഒരാളല്ലേ ജയിക്കുള്ളൂ. കുറെ ചേച്ചിമാരുടെ വോട്ട് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. ഈ ചേച്ചിമാരോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞ നന്ദിയാണ് പറയാനുള്ളത്. ഞാൻ ഈ പാട്ടൊക്കെ പാടുമ്പം പല ചേച്ചിമാരില് കുറച്ചു പേരൊക്കെ എന്നെ വിമർശിച്ചിരുന്നു. അപ്പോ ഇനി വിമർശിക്കാത്ത കുറെ പേരുണ്ട്. അപ്പം അവരോട് വോട്ട് ചെയ്തവരോടും എനിക്ക് നല്ലോണം സന്തോഷമാണ് പറയാനുള്ളത്. സുൽഫത്തിന്റെ ആഗ്രഹം ഇപ്പൊ പൂർണ്ണമായിട്ട് നടന്നിരിക്കുകയാണ്. സുൽഫത്തിനെ നമ്മൾ ഇലക്ഷൻ പ്രചാരണ സമയത്ത് മുതലേ കണ്ടതാണ്.
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാൻ സാധിച്ചാണ് ഈ ഒരു അനിയത്തിക്കുട്ടി. അപ്പോൾ സുൽഫത്ത് നടത്തി അല്ലെങ്കിൽ പാടിയ പാട്ട് വലിയ രീതിയിൽ വൈറലായിരുന്നു. പരമാവധി ഈ ഒരു വീഡിയോയും എല്ലാവരും മറ്റ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ ഷെയർ ചെയ്ത് എത്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ തൃപ്രയാറിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.